തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ശങ്കരൻകുട്ടി നായർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ LDF സ്ഥാനാർത്ഥിയായാണ് ശങ്കരൻകുട്ടി നായർ ജനവിധി തേടുന്നത്. എന്നാൽ LDF പുറത്തുവിട്ട പട്ടികയിൽ എവിടെയും ശങ്കരൻകുട്ടി നായരുടെ പേരില്ല. വഞ്ചിയൂർ വാർഡിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ശങ്കരൻകുട്ടി നായർ എന്ന പേരിൽ ഇത്തരം ചുവരെഴുത്തുകൾ കാണാം. ആരാണ് ശങ്കരൻകുട്ടി നായർ? നമുക്കൊന്ന് തിരഞ്ഞിറങ്ങാം. തിരുവനന്തപുരം CPM പാളയം ഏരിയ സെക്രട്ടറിയും ഒപ്പം തന്നെ വഞ്ചിയൂരിലെ LDF സ്ഥാനാർത്ഥിയുമാണ് വഞ്ചിയൂർ പി ബാബു. ആ വഞ്ചിയൂർ പി ബാബു എങ്ങനെ ശങ്കരൻകുട്ടി നായരായി? അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശേഷം എന്ന് പറയുന്നത്. വഞ്ചിയൂർ പി ബാബു നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ വഞ്ചിയൂർ പി ബാബു എന്നുള്ള പേര്? വഞ്ചിയൂർ പി ബാബു എന്നൊക്കെയാണ് നാട്ടുകാരെ വിളിക്കുന്നത്. പക്ഷേ പോസ്റ്ററിൽ അതൊരു ശങ്കരൻകുട്ടി നായർ എന്നായിരിക്കുന്നു എന്നുള്ളതാണ്. പോസ്റ്ററിൽ മാത്രമല്ല, എൻ്റെ സർട്ടിഫിക്കറ്റിലും അങ്ങനെയാണ്. എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും ആധാർ കാർഡിലും ID കാർഡിലും പിന്നെ വോട്ടർ പട്ടികയിലും എൻ്റെ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ്. പക്ഷേ എന്നെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ബാബു ബാബു എന്ന് വിളിച്ച് ഞാൻ വഞ്ചിയൂർ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായതിനു ശേഷം വഞ്ചിയൂർ ബാബു എന്നുള്ള പേര് വന്നു വീണതാണ്. അപ്പോൾ ആളുകൾക്ക് ശങ്കരൻകുട്ടി നായർ എന്നുള്ള പേര് അറിയില്ല. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ശങ്കരൻകുട്ടി നായർ എന്നുള്ള പേരിലേ മത്സരിക്കാൻ കഴിയുള്ളൂ. ബാബു എന്ന് അറിയപ്പെടുന്ന പേരും ശങ്കരൻകുട്ടി നായർ എന്നുള്ള പേരും കൂടി വെച്ചുകൊണ്ടേ മത്സരിക്കാൻ പറ്റുള്ളൂ. ഈ വാദം ഉന്നയിക്കുന്നവരെല്ലാം ലക്ഷ്യം വേറെയാണ്. ഈ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോഴും ഇതേ പേരിലായിരുന്നു, ഇങ്ങനെ പോസ്റ്ററൊക്കെ അടിച്ചിട്ടായിരുന്നു? അതെ, ആദ്യം എനിക്ക് ഈ വഞ്ചിയൂർ പി ബാബു എന്നുള്ള പേരിൽ ഞാൻ പോസ്റ്ററൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇത് നോമിനേഷൻ കൊടുക്കുന്ന സമയത്താണ് അവിടെ പറയുന്നത് അതല്ല, നിങ്ങളുടെ വോട്ടർ പട്ടികയിലുള്ള പേര് മാത്രമേ അതിൽ വയ്ക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരുത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യവും തിരുത്തി. പിന്നെ ബ്രാക്കറ്റിൽ അവർ വഞ്ചിയൂർ പി ബാബു എന്നൂടെ വയ്ക്കാനുള്ള ഒരു അവസരം തന്നു. അവരുടെ എൻ്റെ ക്ഷമാപണത്തിൻ്റെയൊക്കെ ഭാഗമായി അവരങ്ങനെ ഒരു അനുവാദം തന്നു. ഇനി അങ്ങനെ ഉണ്ടാകരുതെന്നുള്ള കരുതിയിട്ടാണ് എന്നെ ജനങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി വഞ്ചിയൂർ പി ബാബുവും മറ്റതെൻ്റെ ഒറിജിനൽ പേരും വച്ചിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ പേരല്ല, എൻ്റെ അറിവോട് കൂടിയിട്ടത് പേരുമല്ല. ആ പേര് ഇങ്ങനെ വന്നു. അപ്പോൾ അതെനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ലല്ലോ. ഒഴിവാക്കാമായിരുന്നതൊക്കെ പണ്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഇപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നതല്ല, അതിന് വേണ്ടി ശ്രമിക്കുന്നതും ഇല്ല. മകള് ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി അച്ഛൻ വോട്ട് പിടിക്കുന്നതാണ്, അച്ഛൻ സ്ഥാനാർത്ഥിയായി മാറുന്നതാണ്. അങ്ങനെ ഒരു കൗതുകം കൂടിയുണ്ട് വഞ്ചിയൂർ പവന് സ്ഥാനാർത്ഥിത്വത്തിൽ. അല്ല, ഞാൻ മത്സരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടു അവിടെ ജയിക്കണമെങ്കിൽ, അത് വഞ്ചിയൂർ വാർഡ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അങ്ങനെ അത്രയും 51% വോട്ടുള്ള പ്രദേശമല്ല. വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ ഒരു സ്നേഹവും കൂടി ഉള്ള വോട്ട് മാത്രം കൊണ്ട് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യം വളരെ കുറഞ്ഞ വോട്ടിനാണ് ജയിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം എന്നെ വളരെ വലിയ അംഗീകാരം നൽകി. അപ്പോൾ എൻ്റെ മകൾ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. പാർട്ടിയും അവിടുത്തെ നമ്മളെ പ്രവർത്തകരും എല്ലാം ആവശ്യപ്പെട്ടു. അവളുടെ പഠിത്തം തന്നെ മുടക്കിയിട്ടാണ് അവളെ മത്സരിപ്പിക്കേണ്ടി വന്നത്. നിർബന്ധിതരായതാണ്. അല്ലാതെ അത് അവളുടെ ഭാവിയെ തന്നെ അക്കാഡമിക് കരിയറിനെ തന്നെ ബാധിച്ചിട്ടുള്ള വിഷയമാണ്. എന്നാലും അവൾ പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കുടുംബം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞ അനുസരിച്ച് ഉള്ളതേ ഉള്ളൂ. എന്തായാലും വഞ്ചിയൂർ പി ബാബു ശങ്കരൻകുട്ടി നായർ ആയത് എങ്ങനെ എന്നുള്ള കാര്യമാണ് വിശദീകരിച്ചത്. ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ വിമർശനപരമായും ഒപ്പം തന്നെ കൗതുകത്തോടെയും ഒക്കെയാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. SS അനൂഷിനൊപ്പം വിജിൻ വായാന്തോട്, മീഡിയ 1.